الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ايها الناس اوصيكم واياي اولا بتقوى الله رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي ان نريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هل ننبئكم بالاخسرين اعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا أولئك الذين كفروا بآيات ربهم ولقائه فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا ആദരണീയരായ സത്യവിശ്വാസികൾ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതം വിജയപ്രദമാക്കി തീർക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. മുസ്ലിം സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾ കൃത്യമായ ഒരു ആദർശ ബോധമില്ലാത്ത ഞങ്ങൾക്ക് ശരിയാണ് എന്ന് തോന്നുന്നത് ഞങ്ങൾ ചെയ്യും. ഒരുപാട് പ്രസ്ഥാനങ്ങളും വിഭാഗങ്ങളും ഒക്കെ സമൂഹത്തിലുണ്ട്. ഓരോരുത്തരും ഞങ്ങൾ പറയുന്നതാണ് ശരി എന്ന് പറയുന്നു. അങ്ങനെ പറയുന്നു, ഇവരിങ്ങനെ പറയുന്നു. ഇതിലൊന്നും ശരിതെറ്റുകൾ കൃത്യമായി ഇറച്ചേരിച്ച് മനസ്സിലാക്കാതെ എല്ലാവരും മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ബുദ്ധിക്ക് ശരിയാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ അത് അങ്ങ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. കാരണം ഓരോരുത്തരും പറയുന്നത് ഞങ്ങളാണ് ശരി എന്നാണല്ലോ. അവിടെ ഒരു അന്വേഷണവും പഠനവും നടത്താനൊന്നും ഇപ്പൊ കഴിയില്ല. അല്ലെങ്കിൽ അതിന് മാത്രമുള്ള അറിവ് യോഗ്യതയും ഞങ്ങൾക്കില്ല എന്നൊക്കെയുള്ള ഒരു ചിന്തയോടുകൂടി അങ്ങനെ ഒഴുക്കിനനുസരിച്ച് ഒഴുകി പോകുന്ന ഒരു അവസ്ഥയിലാണ് മുസ്ലിം സമുദായം. ശരിക്ക് എന്താണ് ദീന്, എങ്ങനെ ആയിരിക്കണം ദീന് എങ്ങനെ ആയിരിക്കണം എന്നാണ് പ്രവാചകന്മാര് പഠിപ്പിച്ചത്. ഇതൊന്നും കൃത്യമായി അറിയാത്തത് കൊണ്ടുള്ള ഒരവസ്ഥയാണത്. ഓരോരുത്തരും ഞങ്ങളുടെ ശരിയെന്ന് പറയുന്നു. ഒരു മാർക്കറ്റ് ചെന്നാല് പല സൈസ് സാധനങ്ങളുണ്ടാവും. എല്ലാവരും അവരവന്റെ സാധനം വിറ്റു പോകണം എന്നാണ് ആഗ്രഹിക്കുക. എല്ലാവരും പറയും നല്ല സാധനം അതാണ്. എന്നാലും നമ്മളൊന്ന് അന്വേഷിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യൂലേ? ഇതുപോലെ ദീനിന്റെ കാര്യത്തിനും ഒന്ന് അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതില്ലേ? എന്താണ് ദീന്, എന്താണ് ദീന്, എങ്ങനെയായിരിക്കണം ദീന് എന്നൊക്കെ അല്ലാഹുവിന്റെ റസൂൽ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? എന്താണ് ദീന് എന്ന് റസൂലുള്ള പഠിപ്പിച്ചു തന്നത്? അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന എനിക്ക് വഹീ തന്ന
മനുഷ്യ സമൂഹം എങ്ങനെ ജീവിക്കണം, എന്തൊക്കെ വിശ്വസിക്കണം, എന്തൊക്കെ ആചരിക്കണം, എങ്ങനെ ജീവിച്ചാലാണ് അവർക്ക് ഇഹലോകത്തും പരലോകത്തും ജീവിത വിജയം ഉണ്ടാകുന്നത്, എങ്ങനെ ജീവിക്കുമ്പോഴാണ് അവർ ഇഹലോകത്തും പരലോകത്തും പരാജയപ്പെടുന്നത്. ഇത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന വഹി കൊടുത്തതാണ് ദീൻ. ആ ദീന് റസൂലുള്ള ലോകത്തോട് വിട പറയാൻ അടുക്കുന്ന സമയത്ത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അൽയൗമ, ഇന്നേ ദിവസം, അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് നിങ്ങളുടെ ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹങ്ങൾ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. ഈ ആയത്ത് അവതരിച്ച പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലോകത്തോട് വിടവാങ്ങുന്ന റസൂലുള്ള ജീവിതത്തിൽ ആദ്യവും അവസാനവുമായി ചെയ്ത ഒരേ ഒരു ഹജ്ജ്, ആ ഹജ്ജിൽ വെച്ച് ഈ ആയത്ത് അവതരിച്ചതിന് ശേഷം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദുൽഹിജ്ജ കഴിഞ്ഞ് മുഹറം, സഫർ, റബീഉൽ അവ്വൽ 12-ാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം റസൂലുള്ള വഫാത്താണ്. 81 ദിവസം ജീവിച്ചിട്ടുണ്ട്. ആ 81 ദിവസത്തിനിടയ്ക്ക് അള്ളാന്റെ ദീനിൽ ഒരു സുന്നത്തോ ഒരു ഫർളോ പുതുതായി വന്നിട്ടില്ല എന്നാണ്. അതുകൊണ്ട് ആ ആയത്ത് അവതരിച്ചുകൊണ്ട് ദീനിനെ പൂർത്തീകരിച്ച് മുദ്ര വെച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറയുന്നത്. ഓരോ വെള്ളിയാഴ്ചയും റസൂലുള്ളാഹി മിമ്പറിൽ വെച്ച് പറയും, അല അറിയണം, ഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, മതത്തിൽ പുതുതായി ഉണ്ടാക്കുന്നതൊക്കെ ബിദ്അത്താണ്. കുല്ല ബിദ്അത്തും ദലാല, അങ്ങനെ പുതുതായി ഉണ്ടാക്കുന്നതൊക്കെ വഴികേടാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കുല്ല ദലാലത്തിൽ പിന്നാർ, എല്ലാ വഴികേടും നരകത്തിലേക്കാണ് കാണാം. എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ വെള്ളിയാഴ്ചയും മിമ്പറിൽ വെച്ച് ഇത് പറഞ്ഞത് എന്നും മുസ്ലിം സമുദായത്തിൽ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതല്ലേ? എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് മിമ്പറിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു എന്ന് ആർക്കും തർക്കമില്ല. ഇത് പുതുതായി പല കാര്യങ്ങളും ദീനിൽ കടത്തിക്കൂട്ടുന്ന ആളുകൾ ഇതൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അതാണ് രസം. ഏറ്റവും വലിയ അത്ഭുതം അതാണ്. ഇവരും മിമ്പറിൽ വെച്ച് ഖുത്ബ പറയുമ്പോൾ അലാ വകുല്ല മുഹദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ദലാല വകുല്ല ദലാലത്തിൻ ഫിന്നാർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞത്? അള്ളാഹുവിന്റെ ദീൻ എന്ന് പറഞ്ഞാൽ അതിലുള്ള വിശ്വാസങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ മനുഷ്യ സമൂഹത്തിന് ഗുണകരമല്ലാത്തതൊന്നും അതിലുണ്ടാവില്ല. കാരണം ഇത് സർവജ്ഞനായ അള്ളാഹുവിൽ നിന്ന് വരുന്ന നിയമനിർദ്ദേശങ്ങളാണ്, സന്ദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ദീനിന്റെ ഓരോ കാര്യങ്ങളും ഇപ്പം ഈ എക്സ് മുസ്ലിമിലും അതുപോലെ തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരും യുക്തിവാദികളൊക്കെ ഒരുതരം മാനസിക വിഭ്രാന്തി മനുഷ്യർക്ക് ബാധിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ അവനവന്റെ ചെവിട്ടിൽ എന്തോ ആരോ ഒന്ന് പറയുന്നത് പോലെ അങ്ങനെ തോന്നുന്ന ഒരവസ്ഥയുള്ള ഒരു മാനസിക വിഭ്രാന്തി ഉണ്ട്. അതുപോലെയുള്ള മാനസിക വിഭ്രാന്തി ബാധിച്ച ആളായിരുന്നു മുഹമ്മദ് നബി. അന്നൊക്കെ ഇന്നത്തെ പോലെ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മതവും ലോകത്തുണ്ടാകുമായിരുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാനും കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അവര് ഈ പറയുന്ന ആളുകൾക്കാണ് സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് നൽകേണ്ടത്. കാരണം അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീന് ഒരു ദിവസം ഉറങ്ങി എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ, ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ റസൂലുള്ള പഠിപ്പിച്ച ദീനിന്റെ ഓരോ നിയമനിർദ്ദേശങ്ങളും എടുത്തു നോക്കിയാല് അവിടെ മനുഷ്യന്റെ എല്ലാ നിലക്കുമുള്ള ഗുണത്തിന് അനിവാര്യമായ കാര്യങ്ങളല്ലാത്തതൊന്നും അവിടെ ഇല്ല എന്ന് കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഒരു മാനസിക വിഭ്രാന്തിയുള്ള ആളുകൾക്ക് അങ്ങനെ സാധിക്കുക? നിങ്ങൾ നോക്കൂ, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യൻ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഒരു ദിവസം മുഴുവൻ ഖുത്ബ പറഞ്ഞാലും ഖുത്ബയിൽ ഉൾപ്പെടുത്തിയാലും വിശദീകരിച്ച് തീരാൻ പറ്റാത്ത അത്ര ആശയം ഉണ്ട് അതില്. ഒരു മരണത്തിന് ശേഷം എന്നെ ഉണർത്തിയ സർവശക്തനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് പറഞ്ഞിട്ടാണ് എഴുന്നേൽക്കുന്നത്. നിങ്ങൾ ഈ ECG-യും EEG-യും ഒക്കെ ഈ അടുത്ത കാലത്ത് വന്നതല്ലേ? ഉറങ്ങുന്ന ഒരു മനുഷ്യന്റെ ECG എന്ന് പറഞ്ഞ ഹാർട്ടിന്റെ പ്രവർത്തന, EEG എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ എൻകഫലോഗ്രാം തലച്ചോറിന്റെ പ്രവർത്തനം. തലച്ചോറിന്റെ പ്രവർത്തനം ഉറങ്ങുന്ന സമയത്ത് 0 ആയിരിക്കുന്ന ഒരു
മരണത്തിന് ശേഷം എന്നെ എഴുന്നേൽപ്പിച്ച അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അവിടെ തുടങ്ങിയ അത് ഒരുപാട് ചിന്തിക്കാണ്ട്. ഖുർആനിൽ പല സ്ഥലത്ത് ഉറക്കത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതൊരു അത്ഭുതം എന്നുള്ള നിലയ്ക്ക്. എന്താണ് ഉറക്കം എന്ന് പോലും മനുഷ്യർക്ക് അറിയില്ല. എപ്പോഴാണ് നമ്മളൊക്കെ കിടക്കുന്നത്, എപ്പോഴാണെന്ന് അറിയാം, ഉറങ്ങുന്നത് എപ്പോഴാണ് നമുക്കറിയില്ല. അപ്പൊ ഉറക്കം എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതകരമായ ഒരു കാര്യമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ. അതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് ആ പ്രാർത്ഥന. അത് കഴിഞ്ഞിട്ട് മനുഷ്യൻ പ്രാഥമിക കർമ്മത്തിന് പോകുമ്പോ അവിടെ ഇടത് കാലം വെച്ചിട്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്, എല്ലാവിധ പൈശാചികതകളിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അവിടെ നോക്കൂ നിങ്ങൾ, അതിന്റെ ആ പ്രാർത്ഥനയുടെ ഒക്കെ മഹത്വം മനസ്സിലാവണമെങ്കിൽ ഒരു പബ്ലിക് ടോയ്ലറ്റ് പോയി നോക്കണം, അല്ലെങ്കിൽ ട്രെയിനിന്റെ ടോയ്ലറ്റിൽ കയറി നോക്കണം. അതിന് ചുമരുമൽ നോക്കിയാൽ മതി. ആ പ്രാർത്ഥനയുടെ മഹത്വം ഒരു വിശ്വാസി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ മഹത്വം മനസ്സിലാവണമെങ്കിൽ അവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റിന്റെ ചുമരുമ കയറി നോക്കിയാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ടോയ്ലറ്റ് നിങ്ങളൊക്കെ കയറി ഉണ്ടാവില്ല ട്രെയിനിൽ, അതിന്റെ ബാത്റൂമിൽ നോക്കിയാൽ മതി, വിൻഡോ സൈഡിൽ ഇങ്ങനെ നോക്കിയാൽ മതി. അപ്പൊ മനസ്സിലാവും എന്താണ് റസൂലുള്ളാഹി പഠിപ്പിച്ച പ്രാർത്ഥനയുടെ മഹത്വം. എല്ലാവിധ പൈശാചികതകളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നാണ്. അതുപോലെ തന്നെ ശുചീകരണത്തിന് എപ്പോഴും ഇടത് കൈ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. ഭക്ഷണം കഴിക്കാൻ എപ്പോഴും വലത് കൈ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ ഭാര്യാഭർത്തൃ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഖനനം നടന്നിട്ടില്ലെങ്കിൽ പോലും കുളിക്കണമെന്ന് പഠിപ്പിച്ചു. ഇതൊക്കെ ഏത് കാലത്താ പഠിപ്പിക്കുന്നത്? ഈ അണുക്കളെയും ബാക്ടീരിയയെയും വൈറസിനെയും ഫംഗസിനെയും ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലത്താണ് മനുഷ്യനോട് അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾ ശുചീകരണത്തിന് ഈ കയ്യെ ഉപയോഗിക്കാം, ഭക്ഷണം കഴിക്കാൻ ഈ കയ്യെ ഉപയോഗിക്കാം, നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ കുളി നിർബന്ധമാണ് ശാരീരികമായ ബന്ധം സ്ഥാപിച്ചാൽ. അപ്പം വൈറസും ഫംഗസും ഒക്കെ ഇതൊക്കെ വഹീന്റെ അടിസ്ഥാനത്തിൽ വരുന്നതാണ്. അതുപോലെ തന്നെ മലമൂത്ര വിസർജനത്തിന്റെ മര്യാദകൾ റസൂലുള്ളാഹി പഠിപ്പിച്ചു നോക്കൂ. നിങ്ങൾ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല, കുറഞ്ഞൊലിക്കുന്ന വെള്ളത്തിൽ മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല, ആളുകൾ പോകുന്ന വഴികളിലും ചെയ്യാൻ പാടില്ല, ഫലവൃക്ഷങ്ങളുടെ ചുവട്ടിൽ ചെയ്യാൻ പാടില്ല. മലമൂത്ര വിസർജനം നടത്തിയിട്ട് സോപ്പിട്ട് കഴിക്കുന്നതിന്റെ കയ്യൊന്ന് ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചാൽ മതി, മനസ്സിലാവും അതിന്റെ മഹത്വം എത്രയാന്നുള്ളത്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഓരോ കാര്യവും മനുഷ്യ സമൂഹത്തിന് ഗുണകരവും കൃത്യവും ശാസ്ത്രീയവുമാകാം. ഒരു മാനസിക രോഗിയിൽ നിന്നാണ് ഇത്ര കൃത്യമായി, അതും 1400 വർഷങ്ങൾക്കപ്പുറം മനുഷ്യനെ നന്മയിൽ നിലനിർത്തിയ അതേ ആദർശം മനുഷ്യനെ ഇന്നും നന്മയിൽ നിലനിർത്തുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ ദീന് എന്ന് പറഞ്ഞാൽ അതിന്റെ വിശ്വാസങ്ങളും അതിന്റെ ആചാരങ്ങളും അതിന്റെ അനുഷ്ഠാനങ്ങളും ഒക്കെ സർവജ്ഞനായ റബ്ബിന്റെ നിർദ്ദേശപ്രകാരം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃക കാണിച്ചുകൊണ്ട് ജനങ്ങൾക്ക് പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ മാറ്റത്തിരുത്തലുകൾ വരുത്തുമ്പോൾ പല നിലക്കുള്ള അബദ്ധങ്ങളും വിവരക്കേടുകളും അതിൽ കടന്നുകൂടും. അത് മനുഷ്യനെ സംസ്കരിക്കാത്ത, മനുഷ്യനെ നന്മയിൽ നിലനിർത്താത്ത ഒരു നിർദ്ദേശവും ഇസ്ലാം ദീനിലില്ല. നോക്കൂ, നിങ്ങൾ ഇബാദത്തുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇബാദത്ത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഏത് ഇബാദത്ത് എടുത്ത് നോക്കൂ നിങ്ങൾ, അത് കൃത്യമായി റസൂലുള്ള പറഞ്ഞ രൂപത്തിൽ അനുഷ്ഠിച്ചാൽ ആ വ്യക്തി പരിശുദ്ധനായി തീരും. നോക്കൂ, നിങ്ങൾ ഒരു നിസ്കാരത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഒരു മനുഷ്യൻ രാത്രിയിൽ ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു കൂടലിനോ അങ്ങനെ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ പെട്ട് ഒരു കമ്പനി പെട്ട് നിസ്കരിക്കുന്ന യുവാവായ ഒരു മുസ്ലിമായ ആണ്. അപ്പൊ അവൻ അതിൽ പെട്ട് കമ്പനി കൂടിയിട്ട് ഒരല്പം കഴിച്ചുപോയി. അങ്ങനെ ആ നിസ്കരിക്കുന്ന യുവാവ് പിറ്റേന്ന് സുബഹിക്ക് പള്ളിയിൽ വന്നിട്ട് ഇങ്ങനെ നെഞ്ചത്ത് കെട്ടിട്ട് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ, ശുദ്ധ മനസ്കനായിക്കൊണ്ട് നിനക്ക് കീഴൊതുങ്ങിയവനായിക്കൊണ്ട് റബ്ബേ ഞാനിതാ നിന്റെ മുമ്പിൽ നിന്നിരിക്കുന്നു എന്ന് വന്ന് പറയുമ്പോൾ അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കി. ഇന്നലെ രാത്രി ഞാൻ ചെയ്തത് ഇതിനെതിരാണെന്ന് ചിന്തിക്കൂലേ? അപ്പൊ മനുഷ്യനെ സംസ്കരിക്കാത്ത ഒരു ഇബാദത്ത് ഇസ്ലാമിലില്ല. മനുഷ്യന് ഗുണകരമല്ലാത്ത ഒരു ഇബാദത്ത്, മാനസികവും ശാരീരികവുമായ ഗുണം മനുഷ്യന് മനക്കരുത്ത് നൽകുന്ന, ഇഹലോകത്ത് സന്തോഷത്തോടു കൂടി ജീവിതത്തിൽ എന്തെന്ത് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാലും മനക്കരുത്തോടു കൂടി ദുനിയാവിൽ ജീവിക്കാൻ കഴിയുന്ന, ആഖിറത്തിൽ വിജയം നൽകുന്നതല്ലാത്ത ഒരു ഇബാദത്ത് അള്ളാഹുവിന്റെ ദീനിലില്ല. എന്നാലോ മക്കയിലെ മുശ്രിക്കുകളുടെ ഇബാദത്തുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, വമാ കാന സ്വലാത്തുഹും ഇൻദൽ ബൈതി ഇല്ലാ മുകാഅൻ വതസ്ദിയ. കഅബയുടെ അടുക്കൽ അവരുടെ ആരാധന എന്ന് പറഞ്ഞാൽ കയ്യടികളും ചൂളം വിളികളും ആരവങ്ങളുമായിരുന്നു. അപ്പൊ നമ്മളെ ഉറൂസിനും അതുപോലെ തന്നെ പലതരക്ക് കൊണ്ടോട്ടി നേർച്ചക്കും ഉത്സവത്തിനും വരവൊക്കെ കാണുന്നില്ല. നമ്മള് തുള്ളലും
കൂത്താട്ടവും കാണുന്നില്ല റോഡുമില്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരാഴ്ച ഉത്സവം നടത്തിയിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ മദ്യപാനം നിർത്തിയിട്ടുണ്ടോ? ഒരാഴ്ച ഉത്സവം നടത്തിയിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ മാതാപിതാക്കളെ ധിക്കരിച്ച് ജീവിക്കുന്നവൻ ഞാൻ ഉത്സവത്തിന് പങ്കെടുത്തു അതുകൊണ്ട് അല്ലെ ഉറൂസിന് പങ്കെടുത്തു അല്ലെങ്കിൽ റാലി നടത്തി റോഡുമ കൂടി തുള്ളി അതുകൊണ്ട് ഞാൻ മാതാപിതാക്കളെ ധിക്കരിക്കുന്നില്ല തീരുമാനിച്ചിട്ടുണ്ടോ? നേരെ മറിച്ച് ഇസ്ലാമിന്റെ ഇബാദത്ത് നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഈ മക്കാ മുശ്രിക്കുകളുടെ ഈ ഇബാദത്തിനെ കുറിച്ച് അവര് ഒരുപാട് പണം ചെലവഴിച്ച് ഒരുപാട് അധ്വാനം ചെലവഴിച്ച് ഒരുപാട് ഉറക്കൊഴിച്ചിട്ടാണ് ഇപ്പറഞ്ഞ രൂപത്തിലുള്ള വരവും ഉത്സവങ്ങളൊക്കെ കഅബാലയത്തിന്റെ അടുക്കൽ നടക്കുന്നത്. ഫമാക്കാന സ്വലാത്തുഹും ഇൻദൽ ബൈത്തി, ആ കഅബാലയത്തിന്റെ അടുക്കലുള്ള അവരുടെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഇല്ലാ മുക്കാഅം വതസ്തിയ, കയ്യടികളും ചൂളംവിളികളും ആരവങ്ങളും നമ്മുടെ വരവ് പോലെ തന്നെ അതുപോലെ ആയിരുന്നു എന്നാണ്. അപ്പം മുസ്ലിം സമുദായം അത് മക്കാ മുശ്രിക്കുകൾ ചെയ്ത തെറ്റ് മുസ്ലിം സമുദായം അള്ളാഹുവിന്റെ നിർദ്ദേശമില്ലാതെ അതുപോലെ ചെയ്താൽ അത് ശരി, അങ്ങനെ വരുമോ? നോക്കൂ, ഇന്ന് മുസ്ലിം സമുദായം അധപ്പതിച്ച രൂപത്തിൽ ഖുർആനിന്റെ അനുയായികളായതുകൊണ്ട് അവർ അധപ്പതിക്കുകയില്ല എന്നായിരുന്നു ഒരു 10-15 കൊല്ലം മുമ്പേ നമ്മൾ വിചാരിച്ചിരുന്നത്. കാരണം 10-20 ഞാനൊക്കെ ചെറുപ്പമായ കാലഘട്ടത്തില് മദ്രസയിൽ കുട്ടികൾക്ക് ഒരു പ്രസംഗ പരിപാടിയും പാട്ടൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ മഗ്‌രിബിന് ശേഷം പള്ളി അങ്കണത്തിൽ വെച്ചൊരു വയലും ഉണ്ടാവും. ഇതിലപ്പുറം ഒന്നും ഉണ്ടായിരുന്നില്ല നബിദിനത്തിന്. ഇന്ന് ശോഭയാത്രയെ പോലും വെല്ലുന്ന രൂപത്തിൽ ഇങ്ങനെ മുഹമ്മദ് നബിയെ എഴുന്നള്ളിക്കാൻ കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും ഒക്കെ ആയിക്കൊണ്ട് അതുപോലെ തന്നെ വരവ് പോലത്തെ ഉത്സവങ്ങൾ നടത്തുകയാണ്, റോഡിൽ വെച്ച് കൂത്താട്ടം നടത്തുകയാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, വമാകാന സ്വലാത്തുഹും ഇൻദൽ ബൈത്തി ഇല്ലാ മുക്കാഅം വതസ്തിയ, അവരുടെ ഇബാദത്ത് അങ്ങനെയായിരുന്നു. അപ്പൊ മുസ്ലിം ആണെങ്കിൽ അങ്ങനെ ചെയ്താൽ തെറ്റില്ല എന്നാണോ? ആ തെറ്റാണ്. അതുകൊണ്ടാണ് അള്ളാഹു മക്കാ മുശ്രിക്കുകളുടെ ഇബാദത്തുകളെ കുറിച്ചും അവരുടെ കർമ്മങ്ങളെ കുറിച്ചും പറഞ്ഞപ്പോ الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا قل നബി അവരോട് പറയുക ഹൽ നുനബ്ബിഉകും ബിൽ അക്സരീന അഅമാല, ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ട് നഷ്ടം സംഭവിച്ച ഒരു വിഭാഗത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ഇത് ആരോടാ പറയുന്നത്? ഖുർആനിലാണ് പറയുന്നത്. എന്തിനാണ് മുസ്ലിമീങ്ങളോട് പറയുന്നതെങ്കിൽ ചിന്തിക്കണ്ടേ. എന്തിനാണ് ഇത്? മുസ്ലിങ്ങൾക്ക് ബാധകമല്ല. മുസ്ലിം സമുദായം ഈ ഒരു അവസ്ഥയിൽ എത്തുകയില്ല എങ്കിൽ എന്തിന് പടച്ച തമ്പുരാൻ ഖുർആൻ ഇത് പറഞ്ഞു? കുൽ നബിയെ അവരോട് ചോദിക്കുക ഹൽ നുനബ്ബിഉകും, നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ ബിൽ അക്സരീന അഅമാല, ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ട് നഷ്ടം സംഭവിച്ചവരെ കുറിച്ച്. അല്ലദീന ضل സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ അവരുടെ കർമ്മങ്ങളൊക്കെ പിഴച്ചുപോയി. എന്തുകൊണ്ടാ പിഴച്ചുപോയി? വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, അവർ ചെയ്യുന്നതൊക്കെ നല്ലതല്ലേ എന്നുള്ളവർക്ക് ചെയ്തതാണ്. അവർ റസൂലുള്ളാഹിന്റെ മാതൃക ചിന്തിച്ചില്ല. അവരുടെ ഏതൊരു കർമ്മവും സ്വീകരിക്കണമെങ്കിൽ നിയ്യത്ത് ഉണ്ടാവണം, ഇഖ്ലാസ് ഉണ്ടാവണം, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഉണ്ടാവണം. ഇത് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇമാമിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കർമ്മമാണോ ഞങ്ങൾ ചെയ്യുന്നത് എന്ന് അവർ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിക്കാതെ തോന്നിയതൊക്കെ മതത്തിൽ കടത്തി കൂട്ടിയവർ കർമ്മങ്ങൾ കൊണ്ട് നഷ്ടം സംഭവിച്ചു. എന്നിട്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്ന അങ്ങനെ അറിയോ? ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്നാ, പരലോകത്ത് ഒരു തരിമ്പും തൂക്കം അതിനുണ്ടാവില്ല. അവരെത്ര ഉറക്കൊഴിച്ചാലും ശരി, എത്ര പണം ചെലവഴിച്ചാലും ശരി, എത്ര അധ്വാനിച്ചാലും ശരി, റബ്ബിന്റെ നിർദ്ദേശപ്രകാരം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് മാതൃക കാണിച്ചു കൊടുത്ത് ആ റസൂലും സഹാബത്തും ചെയ്യാത്തൊരു കാര്യം ദീനിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്നാ, പരലോകത്ത് ഒരു തരിമ്പും തൂക്കം ആ കർമ്മത്തിന് ഉണ്ടാവില്ല. വെറുതെ ചെയ്യാൻ മാത്രം, വെറുതെ ചെയ്യും, വെറും മാത്രല്ല പരലോകത്തെത്തുമ്പോ അവർക്ക് ഒന്ന് ഈ കർമ്മങ്ങൾ പരലോകത്ത് കാണാനുണ്ടാവില്ല. മാത്രമല്ല ദുനിയാവിൽ ഇവർ ചെയ്യുന്നതൊക്കെ ഞങ്ങൾ ദീനിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നതുകൊണ്ട് ഒരിക്കലും ഇവരിതിൽ നിന്ന് വിട്ടു നിൽക്കുകയില്ല എന്ന് മാത്രമല്ല തൗബ ചെയ്യുകയുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ തൗബ സ്വീകരിക്കപ്പെടൂല എന്നാ. ഇതൊക്കെ ദീനിലുള്ളതല്ലേ എന്ന് വിചാരിച്ച് ചെയ്യുന്നോട് തെറ്റാന്ന് അവർക്ക് ബോധമല്ല. അതുകൊണ്ട് തൗബയും ചെയ്യൂല. അതുകൊണ്ട് തന്നെ അവർ തൗബ ചെയ്താൽ പോലും സ്വീകരിക്കില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹജബ തൗബത
തൗബത അൻ കുല്ലി സ്വാഹിബി ബിദ്അത്തിൻ. ബിദ്അത്തിന്റെ ഉടമയിൽ നിന്ന് അള്ളാഹു തൗബ തടഞ്ഞു വെച്ചിരിക്കുന്നു. ഇപ്പൊ കുറെ നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ല, സഹാബത്തിന്റെ കാലത്തില്ല, താബിഈങ്ങളുടെ കാലത്തില്ല, 3-4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഷിയാക്കളായ ഫാത്തിമിയാക്കൾ നിർമ്മിച്ച ഈ ഇബാദത്ത്, ഈ കർമ്മം, നബിദിനാഘോഷം, മൗലിദ് ഒക്കെ തുടങ്ങിയ കർമ്മങ്ങള് അവർ നൂറ്റാണ്ടുകളായി ചെയ്തു. എന്നിട്ട് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്, നൂറ്റാണ്ടുകൾക്ക് ശേഷം ദീനിൽ ഉണ്ടാക്കിയ ഈ കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളാണ് മുബ്തദി എന്ന അപോരവാദം. ദീനിൽ റസൂൽ സഹാബത്തും ഇല്ല, ചെയ്യാത്ത കാര്യം ചെയ്യുന്നവര് മുബ്തദി ആയിട്ടായിരിക്കും തോന്നില്ല. എന്നിട്ട് ഈ ഹദീസ് നമുക്കെതിരെ ഓതുക. എത്ര വലിയ വൈരുദ്ധ്യം നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ റസൂല് സഹാബത്തും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാം, എന്നിട്ട് റസൂല് സഹാബത്തും ഇവര് നൂറ്റാണ്ടുകളായിട്ട് ചെയ്തു വരുന്നു. ആ എത്ര നൂറ്റാണ്ടുകളായി പാരമ്പര്യമുള്ളതായാലും ഖുർആൻ നിർദ്ദേശമില്ലാത്ത, റസൂലിന്റെ നിർദ്ദേശമില്ലാത്ത, സഹാബത്തിന്റെ മാർഗമില്ലാത്തത് വഴികേടാണ്, അത് ചെയ്യാൻ പാടില്ല എന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. അല്ല, അന്നും പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാര്. ആ കാലഘട്ടത്തിലും ആദ്യകാല പണ്ഡിതന്മാർ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയോ, ഒന്ന്, ഈ കാര്യം ഖുർആനിലോ ഹദീസിലോ ഇല്ല, ഈ ആദ്യകാല ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങളിലും ഇല്ല. അപ്പൊ ആദ്യകാലത്തെ ബിദ്അത്തുകൾ തുറന്നു വന്ന കാലത്തെ പണ്ഡിതന്മാർ ബിദ്അത്തുകളൊക്കെ എതിർത്തിട്ടുണ്ട്. മാത്രമല്ല, ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും ഈ നബിദിനം എത്തിയിട്ടുണ്ട്. അന്നൊക്കെ റസൂലുള്ളാഹിന്റെ മഹത്വം പറയാ, ഒരു സദസ്സിൽ വെച്ച് ജനങ്ങളോട് റസൂലിന്റെ മഹത്വം പറയാ, അതിലപ്പുറം കർമ്മങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് മറ്റ് മതസ്ഥരുടെ ആഘോഷങ്ങളെ പോലും വെല്ലുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ ഏതായിരുന്നാലും തൗബ അവർക്ക് തടയപ്പെടും. അവന്റെ ബിദ്അത്തിൽ നിന്ന് അവൻ വിട്ടു നിൽക്കുന്നത് വരെ അവന്റെ തൗബ സ്വീകരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല, നാളെ പരലോകത്ത് മഹ്ശറിൽ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ആ മഹ്ശറിൽ നിന്ന് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വേർതിരിക്കപ്പെടുമ്പോ ദാഹിച്ചു വലഞ്ഞ തന്റെ ഉമ്മത്തിന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൗലുൽ കൗസർ നൽകുമെന്ന് ബുഖാരി അടക്കമുള്ള ഹദീസുകളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ റസൂൽ പറയാ, ഇന്നി ഫറത്തുക്കും അലൽ ഹൗദി, ഞാൻ ആ ഹൗദിന്റെ അടുക്കൽ ഇങ്ങനെ പ്രതീക്ഷിച്ചു നിൽക്കും. അപ്പം മൻ മർറ അലയ്യ ശരിബ, എന്റെ അടുക്കലൂടെ കടന്നു പോകുന്നവരൊക്കെ ആ ഹൗലുൽ കൗസറിൽ നിന്ന് കുടിക്കും. വമൻ ശരിബ ലം യദ്മ അബദ, അതൊരുത്തൻ കുടിച്ചാൽ പിന്നീട് അവന്റെ ജീവിതത്തിൽ അവൻ ദാഹിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരിക്കലും സ്വർഗത്തിൽ അവന് ദാഹിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് അവൻ എത്തുകയില്ല എന്നർത്ഥം. ലയരിദന്ന അലയ്യ അഖ്വാമുൻ അഅറദഹും വയഅരുദുനി അപ്പം പിന്നീട് ഒരു ജനത അങ്ങനെ കടന്നു വരും. എനിക്ക് അവരെ അറിയാം, അവർക്ക് എന്നെയും അറിയാം, അവർക്കും എനിക്കും ഇടയിൽ മറയിടപ്പെടുന്നു റസൂൽ പറയാം. എന്നിട്ട് റസൂൽ പറയാ, അവര് എന്റെ ജനതയിൽപ്പെട്ടവരാണല്ലോ, എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണല്ലോ എന്ന് റസൂൽ പറയും. അപ്പൊ അള്ളാന്റെ മലക്കുകൾ അവരോട്, റസൂൽ തിരുമേനിയോട് പറയപ്പെടും, താങ്കളുടെ കാലശേഷം അവർ അള്ളാഹുവിന്റെ ദീനിനെ എങ്ങനെയാണ് മാറ്റിമറിച്ചത് എന്ന് അവർക്ക് താങ്കൾക്ക് അറിയില്ല എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയപ്പെടും. അപ്പൊ തൗബ സ്വീകരിക്കപ്പെടുകയോ ചെയ്യുന്ന കർമ്മങ്ങൾ നാളെ പരലോകത്ത് കാണാനുണ്ടാവുകയില്ല. ബിദ്അത്ത് വഴികേടാണ്, അത് നരകത്തിലേക്ക് എത്തിപ്പെടും. തൗബ പോലും സ്വീകരിക്കപ്പെടുകയില്ല. അതുപോലെ തന്നെ ചെറിയ ചെറിയ ബിദ്അത്തുകളാണെങ്കിൽ അവന് ഹൗലുൽ കൗസർ തടയപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഇതൊക്കെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചതാണ്. മാത്രമല്ല, ഭൗതിക ലോകത്ത് ഈ ബിദ്അത്തുകൾ വ്യാപകമാകുമ്പോ റസൂലിന്റെ യഥാർത്ഥ സുന്നത്തുകൾ ഇല്ലാതെയാകും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, മാ യഅതി അലന്നാസി മിൻ ആമിൻ, ജനങ്ങൾക്ക് ഒരു വർഷവും വന്നിട്ടില്ല, അഹദസു ഫീഹി ബിദ്അ, അവര് പുതിയ ബിദ്അത്തുകൾ ഉണ്ടാക്കി, അപ്പൊ അമാതു ഫീഹി സുന്ന, അവര് സുന്നത്തിനെ മരിപ്പിച്ച് കളയുന്നു. ഹത്താ തുഹിയൽ ബിദ്അത്തു വതമൂതു സുന്ന, ആ ബിദ്അത്ത് നിലനിൽക്കുകയും സുന്നത്ത് നിർജീവമാവുകയും ചെയ്യും. ഇന്നിപ്പോ അതാണ് ഈ നബിദിന ആഘോഷിക്കുന്ന ആളുകള്, അതുപോലെ തന്നെ മാലയും മൗലൂദൊക്കെ കഴിക്കുന്ന ആളുകള്, വീട്ടില് ഹത്തം ഓതി
നോക്കിയിട്ട് ഖത്തം വാങ്ങുന്ന ചാപടിയന്തരം നടത്തുന്ന ആളുകൾ, ഇവരൊക്കെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സുന്നത്ത് ജീവിതത്തിൽ ഉണ്ടാവണം എന്ന ചിന്തല്ല. ഞങ്ങള് നിസ്കരിച്ചിട്ടില്ലെങ്കിലും, ഞങ്ങൾ നോമ്പ് വെച്ചിട്ടില്ലെങ്കിലും, ഞങ്ങൾ ദീനിന്റെ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾ റസൂലിനെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഇങ്ങനെ പ്രത്യേക കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് റസൂൽ ഞങ്ങളെ അങ്ങ് സ്വർഗത്തെ ആക്കും, ആ റസൂലിന്റെ ശഫാഅത്ത് കൊണ്ട് ഞങ്ങൾ അങ്ങ് രക്ഷപ്പെടും എന്ന് ചിന്തിക്കാം. അപ്പം ബിദ്അത്ത് നിലവിൽ വരുമ്പോ യഥാർത്ഥ സുന്നത്ത് ഇല്ലാതെയാകും എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഈ സമൂഹത്തിൽ കാണാവുന്നതുമാണ്. അപ്പൊ ദീനിൽ ബിദ്അത്ത് ഉണ്ടാക്കുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു വിഭാഗത്തോട് വിദ്വേഷമുള്ളത് കൊണ്ടല്ല, നേരെ മറിച്ച് അള്ളാഹുവിന്റെ ദീനിൽ പുതുതായി ഒന്നും കടത്തിക്കൂട്ടാൻ പാടില്ല. അങ്ങനെ കടത്തിക്കൂട്ടുന്നവർ ഇഹലോകത്ത് അവർക്ക് അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയരാവുകയും നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയരായി തീരുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകും എന്നതുകൊണ്ട് മാത്രമാണ് ദീന് യഥാവിധി നിലനിൽക്കണം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ദീനിനെ യഥാവിധി പഠിച്ച് മനസ്സിലാക്കി അത് അംഗീകരിച്ച് ജീവിക്കുന്ന വിശ്വാസികളിൽ വിജയികളിൽ സർവശക്തനായ നാഥൻ എന്നെ നിങ്ങളെ മുൻപെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനി ഇലാ യൗമിദ്ദീൻ. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ആദരണീയരായ വിശ്വാസികൾ, ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനത്തിൽ നമുക്ക് കാണാം, മൻ അഹബ്ബ സുന്നത്തി, എന്റെ സുന്നത്തിനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഫഖദ് അഹബ്ബനി, എന്റെ ചര്യയെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നെ ഇഷ്ടപ്പെടും. ഫഖദ് അഹബ്ബനി, ആര് എന്നെ ഇഷ്ടപ്പെട്ടുവോ കാന മഅീ ഫിൽ ജന്ന, അവൻ എന്നോടൊപ്പം സ്വർഗത്തിലായിരുന്നു. അപ്പോൾ ഇവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, റസൂലുള്ളാഹിയോട് സ്നേഹമുള്ള ആളുകൾ, പ്രവാചക തിരുമേനിയുടെ ഇഷ്ടം ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ റസൂലുള്ള എന്തൊക്കെയാണോ ദീനായിട്ട് പഠിപ്പിച്ചത് അത് ജീവിതത്തിൽ പാലിക്കുന്നവരായിരിക്കും. കാരണം അങ്ങനെ പാലിക്കുന്നവരെ ഞാൻ ഇഷ്ടപ്പെടുന്നു, അങ്ങനെ ഇഷ്ടപ്പെടുന്നവർ എന്നോടൊപ്പം സ്വർഗത്തിലായിരിക്കുമെന്ന്. ഇവിടെ നമ്മൾ റസൂലുള്ള പഠിപ്പിച്ച ഫർളായ കാര്യങ്ങൾ കൃത്യമായ ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ നോക്കുക. റസൂലുള്ള പഠിപ്പിച്ച സുന്നത്തായ കാര്യങ്ങൾ, സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്, സുന്നത്ത് നോമ്പുകളുണ്ട്, അതുപോലെ തന്നെ ഖുർആൻ പാരായണവും പഠനവും, ഇതൊക്കെ ഓരോ വിശ്വാസിയും അവന്റെ ജീവിതത്തിൽ ചെയ്യണമെന്ന് റസൂലുള്ള പറഞ്ഞതും പഠിപ്പിച്ചതുമാണ്. സഹാബത്ത് പള്ളിയിൽ ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുമ്പോൾ സഹാബത്ത് പറയും, നമ്മളൊരല്പം ഇരിക്കൂ, ദീനെ നമുക്കൊന്ന് ഈമാൻ കൊള്ളാന്ന് പറയും. എന്നാൽ അള്ളാന്റെ ഖുർആനെ കുറിച്ച് ചർച്ച ചെയ്യാം. അങ്ങനെ ഖുർആൻ പഠിക്കാനും സുന്നത്തുകൾ വർദ്ധിപ്പിക്കുകയും ഫർളായ കാര്യങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെയാണ് അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ റസൂലുള്ളാഹിനോടുള്ള സ്നേഹം കൊണ്ട് ഒരു പ്രത്യേക മാസത്തിൽ ഇങ്ങനെ ഒലിപ്പിച്ചിട്ട് മുത്തേ സത്തേ കരള എന്ന് പറഞ്ഞിട്ട് പിന്നെന്താ എന്തൊക്കെ പാട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ആകാശത്തിലെ അമ്പിളിയാണോ ആഴക്കടലിലെ മുത്തുകളാണോ വർണ്ണിക്കാനാവുകയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ പ്രേമം അങ്ങനെ ഒലിപ്പിച്ചുകൊണ്ട് എന്താവൂല, അള്ളാന്റെ ഇഷ്ടം നേടാൻ സാധിക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊക്കെ ചര്യയായി നമുക്ക് പഠിപ്പിച്ചു അത് കൃത്യമായി ജീവിതത്തിൽ പാലിക്കുന്ന ആളുകളെയാണ് റസൂലുള്ള ഇഷ്ടപ്പെടുക, അള്ളാഹു ഇഷ്ടപ്പെടുക എന്ന് ഖുർആൻ പറയാം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, അള്ളാഹുവിന്റെ ഖുർആനിൽ ഏതെങ്കിലും ഒരു മുഹമ്മദ് നബി എന്നല്ല ഒരു പ്രവാചകന്റെയും ജനന തീയതിയോ മരണ തീയതിയോ ജനനത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ അതിന്റെ മഹത്വത്തെക്കുറിച്ചോ ഖുർആൻ പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? നേരെ മറിച്ച് ഓരോ പ്രവാചകനും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സഹിച്ച ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളെ കുറിച്ച് മാത്രമേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്കൊക്കെ ഖുർആൻ നിങ്ങൾക്ക് വായിച്ച ആൾക്കാരായിരിക്കും, വായിച്ച് നിങ്ങൾക്കോ അത് നോക്കുകയും ചെയ്യാതെ വായിക്കാത്ത ആൾക്കാർക്ക്. എല്ലാ പ്രവാചകന്മാരുടെയും അള്ളാന്റെ ദീനിന് വേണ്ടി അവർ സഹിച്ച ത്യാഗത്തെ കുറിച്ച് മാത്രമേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. ഒരു പ്രവാചകന്റെ ജനന തീയതി പറഞ്ഞില്ല, മരണ തീയതി. എന്തുകൊണ്ട് പറഞ്ഞില്ല? വ്യക്തികൾക്കല്ല ഇസ്ലാമിൽ പ്രാധാന്യം. വ്യക്തി പൂജയിലേക്ക്, വ്യക്തി ആരാധനയിലേക്ക് ഇസ്ലാം പോകാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഒരു പ്രവാചകന്റെയും ജനന തീയതിയോ മരണ തീയതിയോ ഖുർആൻ പറയാതിരുന്നത്. നോക്കൂ നിങ്ങൾ, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം നടത്തുന്ന സമയത്ത് ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജന്മദിനം ആഘോഷിക്കുന്നുണ്ട്. മുഹമ്മദ് നബി അതിൽ കൂടിയോ? ഒരു മഹാനായ പ്രവാചകനാണ്, ഞാനും ആഘോഷിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ മനുഷ്യരെ വ്യക്തി പൂജയിലേക്ക് ഇന്നിപ്പോ എത്തിയിട്ടുണ്ടല്ലോ ആ ഒരു അവസ്ഥയിലേക്ക്. അങ്ങനെ വ്യക്തി പൂജയിലേക്ക് എത്തിക്കും എന്നതുകൊണ്ട് ഖുർആൻ അങ്ങനെ ഒരു പ്രവാചകന്റെ ജനന തീയതിയെ കുറിച്ചോ മരണ തീയതിയെ കുറിച്ച് പറഞ്ഞില്ല. ഇനി രണ്ടാമത് ഹദീസ് ഗ്രന്ഥങ്ങളാണ്. നോക്കൂ നിങ്ങൾ, ഹദീസ് ഗ്രന്ഥങ്ങളില് എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും കിതാബുൽ ഈദൈനി, രണ്ട് പെരുന്നാളുകളെ കുറിച്ച് പറയുന്ന അധ്യായം ഉണ്ട്. എന്നിട്ട് അതിലെ സുന്നത്തുകളെ കുറിച്ചൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. ഒരൊറ്റ ഹദീസ് ഗ്രന്ഥത്തിലും
കിതാബ് മൗലിദിൻ നബി, നബിയുടെ ജന്മദിനത്തെ കുറിച്ച് പറയുന്ന അധ്യായം എന്നൊരു അധ്യായമല്ല, ഒരു ഹദീസ് ഗ്രന്ഥത്തിലില്ല. അതുപോലെ തന്നെ ലോകത്ത് മഹാന്മാരായ ഇമാമികൾ, 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾ ഉണ്ടല്ലോ, അതിനുശേഷം വന്ന വലിയ മഹാന്മാരായ ഇമാമികൾ, ഫുഖഹാക്കൾ ഉണ്ടല്ലോ. ആ ഫുഖഹാക്കൾ എഴുതിയ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, ആ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും കിതാബുൽ ഈദൈനുണ്ട്, കിതാബ് സ്വലാത്തുണ്ട്, കിതാബ് സൗമുണ്ട്, കിതാബുൽ ഹജ്ജുണ്ട്, കിതാബുൽ ഈദൈനുണ്ട്, പെരുന്നാൾ എല്ലാം ഉണ്ട്. പക്ഷെ കിതാബ് മൗലിദ് നബി എന്ന് ഫുഖഹാക്കളുടെ ഒരു ഗ്രന്ഥത്തിലില്ല. വളരെ ഉത്തരവാദിത്വത്തോടെ പറയുന്നത് 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾ ഒരു ഇമാമിന്റെയും കിതാബ് മൗലിദ് നബി, നബിയുടെ ജന്മദിനാഘോഷം മൗലിദ് എന്ന് പറഞ്ഞ അധ്യായമേ ഫുഖഹാക്കൾ ആരും എഴുതിയിട്ടില്ല. എന്തിനേറെ പറയുന്നു, ഞാനും നിങ്ങളൊക്കെ മദ്രസയെ പഠിക്കുന്ന കാലത്ത് മദ്രസ പാഠപുസ്തകത്തിൽ പോലും കിതാബ് മൗലിദ് നബി, നബിയുടെ ജന്മദിനാഘോഷം, അതിലെ സുന്നത്തുകൾ, അതെങ്ങനെ ആഘോഷിക്കണം പറഞ്ഞ അധ്യായമല്ല. ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഞാൻ പരിശോധിച്ചിട്ടില്ല. നമ്മൾ പഠിക്കുന്ന കാലത്ത് മദ്രസ പാഠപുസ്തകം. അപ്പൊ ഖുർആനിലില്ലാത്തൊരു കാര്യം, ഹദീസിലില്ലാത്തൊരു കാര്യം, ഫുഖഹാക്കളുടെ ഗ്രന്ഥത്തിലില്ലാത്ത കാര്യം, മദ്രസ പാഠപുസ്തകങ്ങളിൽ പോലും ഇല്ലാത്ത കാര്യം വളരെ ആവേശപൂർവ്വം നമ്മളെ നാട്ടിൽ നടക്കുകയാണ്. അതൊരു ചെയ്യാൻ പാടില്ല എന്ന് പറയും, മത്സരിച്ചുകൊണ്ട് ചെയ്യാണ്. അപ്പൊ ഇതൊക്കെ ശൈത്താൻ ശൈത്താൻ അവരുടെ കർമ്മങ്ങൾ അവർക്ക് ഭംഗിയാക്കി തോന്നിപ്പിച്ചു കൊടുക്കും. ഈ വിദ്യാർത്ഥികൾ മനുഷ്യൻ വഴികളിലാണ് പിശാചിന് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ സത്യവും അസത്യവും കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കിയിട്ട് ആ സത്യം ഉൾക്കൊള്ളുക, എന്നിട്ട് അതിന്റെ ഭാഗത്ത് നിൽക്കുക. അതല്ലാതെ വരുമ്പോ നാളെ പരലോകത്ത് നമ്മൾ പിന്നെ റസൂലുള്ളാഹി പറഞ്ഞില്ലേ, അലാ കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ദലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. മതത്തിൽ പുതുതായി ഉണ്ടാക്കുന്നതൊക്കെ വഴികേടാണ്, എല്ലാ വഴികേടും നരകത്തിലേക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ നിലയ്ക്ക് ദീനിനെ ദീനായി മനസ്സിലാക്കി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് വിദ്അത്തുകളെ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെയും റസൂലിന്റെയും തൃപ്തി നേടിക്കൊണ്ട് ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്ന വിശ്വാസികൾ, വിജയികൾ, സർവശക്തനായ നാഥൻ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അർഹമർ-റഹീമായ റബ്ബേ, ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ ശിർക്ക് വിജയത്തിലും നീ പുറത്തു തരുന്ന റഹ്മാനെ, ദീനിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും ജീവിത മാതൃക മനസ്സിലാക്കിക്കൊണ്ട് അത് അംഗീകരിച്ച് ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്ന വിശ്വാസികളിൽ, വിജയികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ, കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും വിശാലമായ കാരുണ്യത്തിലുടനായ നാഥ ഞങ്ങൾക്ക് നീ കൊടുത്തു തരുന്ന റഹ്മാനെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പാപമോചനം നൽകുന്ന റഹ്മാനെ, ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, വിനകൾ, സന്താനങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഈമാനോടുകൂടി ജീവിക്കുകയും ഈമാനോടുകൂടി മരിപ്പിക്കുകയും ഞങ്ങൾ ഏവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന റഹ്മാനെ, കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ വിശ്വാസികളും വിശ്വാസികളുമായിട്ടുള്ള ആളുകൾ അവരുടെ ബർസഖി ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കുന്ന റഹ്മാനെ, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുന്ന റബ്ബേ, നാഥാ, ഒരു വിഭാഗം സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം നരകത്തിലേക്കും വേർതിരിക്കപ്പെടുമ്പോൾ സ്വർഗത്തിലേക്ക് വേർതിരിക്കപ്പെടുന്ന വിഭാഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ, അല്ലാഹുവേ, ഭൗതിക ലോകത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ പല നിലക്കുള്ള പരീക്ഷണങ്ങൾ നേരിടുന്ന ആളുകളുണ്ട്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, അവരുടെ രോഗത്തിൽ നിന്ന് ശിഫ നൽകുന്ന റഹ്മാനെ, സാമ്പത്തികവും ജോലി സംബന്ധമായ പരീക്ഷണങ്ങൾ നേരിടുന്ന ആളുകളുടെ പരീക്ഷണത്തെ നീക്കിത്തരുന്ന റഹ്മാനെ, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി ويا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا. ربنا انك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.